നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. FC ബാഴ്സലോണ ഹൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന പ്രതീതിയാണ് ഇപ്പോൾ അവരുടെ ആരാധകർക്കുള്ളത്. ലാലിഗയിൽ കളിച്ച് 5 മത്സരങ്ങളും വിജയിച്ചിട്ടുണ്ട്. കിടിലൻ തുടക്കമാണിത്. 1-ാം സ്ഥാനത്താണ് ഇപ്പോൾ ബാഴ്സലോണ. ഇനി യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ മത്സരമാണ്. ഈ യുവ ടീമിനെ വെച്ചുകൊണ്ട് ബാഴ്സലോണയ്ക്ക് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട്. ചില വിമർശകർ അത് ഉന്നയിക്കുന്നുമുണ്ട്. എന്നാൽ ഫ്ലിക്കിൻ്റെ കീഴിൽ ബാഴ്സയ്ക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും എന്ന പ്രതീക്ഷ ഒരു ഭാഗത്തുണ്ട്. ഏതായാലും പഴയ പ്രതാപത്തിലേക്ക് ടീമിനെ തിരികെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന രക്ഷകനായിട്ട് ഫ്ലിക്കിനെ പലരും കാണുന്നു. ബാഴ്സയുടെ അടുത്ത മത്സരം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ പുതിയ ഫോർമാറ്റിലുള്ള UCL ആണ്. അതിലെ ലീഗ് ഫേസിൽ അവരുടെ ആദ്യ മത്സരം വരുന്നത് AS മൊണാക്കോക്കെതിരെയാണ്. വ്യാഴാഴ്ചയാണ് കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ വെള്ളിയാഴ്ച പുലർച്ചെ 12:30 വേണമെങ്കിൽ സാങ്കേതികമായിട്ട് നമുക്ക് അങ്ങനെ പറയാം. ഇപ്പോൾ ആ കളിയിലേക്ക് ഒരുങ്ങുമ്പോൾ ബാഴ്സ ഇന്നലെ ജിറോണക്കെതിരെ കളിച്ച് കളിയും നോക്കുക. 4-1 തകർപ്പൻ ജയമാണ്. സൂപ്പർ താരങ്ങളൊക്കെ മിന്നിക്കത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഓരോ താരങ്ങളുടെയും പ്രകടനം ഒന്നെടുത്ത് നോക്കാം. ആദ്യം മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗൻ്റെ കാര്യം. ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹം 3 സേവുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ 2 ഇൻസൈഡ് ദി ബോക്സിൽ നിന്നായിരുന്നു. പക്ഷേ പിന്നീട് ഒരു പ്രിമച്വറായിട്ടുള്ള അൺനെസസറി ആയിട്ടുള്ള ഒരു നീക്കം അദ്ദേഹം ഗോളിൽ നിന്ന് ലീവ് ചെയ്തതുകൊണ്ട് എതിർ ടീമിന് ഒരു ഗോള് അടിക്കാനുള്ള അവസരം വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളൊരു 10 മാർക്ക് കൊടുത്ത 7 എന്ന് പറയേണ്ടി വരും. അലയാൻഡ്രോ ബാൽഡയുടെ ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ ഫുൾ ബാക്ക് എന്ന നിലയിൽ അദ്ദേഹത്തിന് അറ്റാക്കിനെ സഹായിക്കാനുള്ള എല്ലാ ഫ്രീഡവും ഉണ്ടായിരുന്നു. ലെഫ്റ്റ് ഫ്ലാങ്കിൽ ജിറോണയുടെ ഡിഫൻസിനെ സ്ട്രെച്ച് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഫൈനൽ തേർഡിൽ അത്ര വലിയ ഒരു ത്രെട്ട് ഉണ്ടാക്കിയില്ലെങ്കിലും ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് 100% ഡ്യുവൽസ് വിൻ ചെയ്തതായിരുന്നു. അറ്റംപ്റ്റ് ചെയ്ത ഡ്യുവൽസ് 100% വിൻ ചെയ്തൊരു പ്രകടനം. ദെൻ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ കുറച്ചുകൂടി അറ്റാക്കിൽ ഇമ്പ്രൂവ് ആവുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. സോ അദ്ദേഹത്തിന് 10ൽ 7.5 റേറ്റിംഗ് കൊടുക്കുന്നത്. ഇനീഗോ മാർട്ടീനസ് വെറ്ററൻ താരം മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ഡിഫൻസിൽ കൈകാര്യം ചെയ്തു. ജിറോണയുടെ സ്ട്രൈക്കേഴ്സിൻ്റെ അറ്റംപ്റ്റുകൾ അദ്ദേഹം കട്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. 4 ക്ലിയറൻസുകൾ, അതുപോലെ തന്നെ ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്തു, പിന്നെ ഡ്യുവൽ വിൻ ചെയ്തു. അങ്ങനെ തൻ്റെ ടീമിൻ്റെ വിജയത്തിൽ സുപ്രധാനമായ റോള് ഇനീഗോ മാർട്ടിനസ് വഹിച്ചിട്ടുണ്ട്. 10ൽ 8 അദ്ദേഹത്തിന് കൊടുക്കുന്നത്. പാവു കുബാർസി ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഔട്ടിംഗ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 60 മിനിറ്റിൽ അദ്ദേഹം ഒരേ ഒരു ഡിഫെൻസീവ് ആക്ഷനാണ് നടത്തിയത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വലിയ മിസ്റ്റേക്കുകളൊന്നും വരുത്തിയിട്ടില്ല. പൊസിഷനിൽ അദ്ദേഹം കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷേ അദ്ദേഹം സാധാരണ എങ്ങനെയാണോ കളിയിൽ ഇൻവോൾവ് ആവാറുള്ളത് അത്രയധികം വന്നില്ല എന്ന് പറയാം. 10ൽ 6 മാർക്കാണ് കുബാർസിക്ക് കൊടുക്കാൻ കഴിയുകയെങ്കിൽ യൂൾസ് കൂണ്ടെ മികച്ച പ്രകടനം ഒരിക്കൽ കൂടി അദ്ദേഹം നടത്തിയിരിക്കുന്നു. ഫ്രഞ്ച് താരം ആദ്യ പകുതിയിൽ വളരെ സോളിഡായിട്ട് കളിച്ചു. ഒരു തവണ മാത്രമാണ് ഡ്രിബിൾഡ് പാസ്റ്റായിരിക്കുന്നത്. ഡിഫൻസിൽ വളരെ റിലയബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കിടിലൻ അസിസ്റ്റിൽ നിന്നാണ് ഡാനി ഓൾമോയുടെ ഗോൾ പിറക്കുന്നത്. സോ കൂണ്ട മികച്ച പ്രകടനം നടത്തി. 8.5 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. പെഡ്രിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള വെൽ റൗണ്ടഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസാണ് നമുക്ക് കാണാൻ പറ്റിയത്. എന്താണ് മാനേജർക്ക് വേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ വെച്ച് പുലർത്തി നടത്തിയൊരു പ്രകടനം. 2 സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ, ഒരു കീ പാസ്, 90% പാസുകൾ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. അതുപോലെ മികച്ച രൂപത്തിൽ അദ്ദേഹം സ്കോർ ചെയ്തു. തൻ്റെ പരിശീലകനോടൊപ്പം അദ്ദേഹം പോയി ആഘോഷിക്കുന്നത് കൊണ്ട് വളരെ കാം ആൻഡ് കളക്റ്റഡ് ആയിട്ടുള്ള മികച്ച പ്രകടനമാണ് യുവതാരത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. 10ൽ 9 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. മാർക്ക് കസാഡോ പ്രഷറുള്ള സമയത്ത് മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ആ ഡിസ്ട്രിബ്യൂഷൻ കൃത്യമാക്കി അദ്ദേഹം ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മിഡ്ഫീൽഡിൽ ഡ്യുവൽസിൽ അദ്ദേഹം ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ച കണ്ടു. അങ്ങനെ ബാഴ്സയുടെ കോട്ട കാത്തു എന്ന് തന്നെ പറയണം. ഈ സീസണിലെ ഫസ്റ്റ് അസിസ്റ്റ് അദ്ദേഹം പെഡ്രിക്ക് കൊടുത്തിട്ടുള്ള ഒരു സെൻസേഷണൽ ത്രൂ ബോളിലൂടെ സ്വന്തമാക്കുകയും ചെയ്തു. സോ വളരെ മികച്ച പ്രകടനം നടത്തിയ മാർക്ക് കസാഡോയുടെ റേറ്റിംഗ് 10ൽ 8.5. റാഫീഞ്ഞ ഗോളിലും അസിസ്റ്റിലും ഒന്നും നമ്മൾ റാഫീഞ്ഞയെ കണ്ടില്ല. പക്ഷേ മികച്ച പ്രകടനമാണ് റാഫീഞ്ഞ നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇൻ്റർനാഷണൽ ബ്രേക്കിന് മുമ്പ് അദ്ദേഹം എങ്ങനെയാണോ കളിച്ചത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് നമ്മൾ കണ്ടത്. സോ മിന്നും പ്രകടനം. അദ്ദേഹത്തിൻ്റെ ട്രിക്കി റൺസ്
ജിറോണയുടെ ഡിഫൻസിന് നല്ല രൂപത്തിൽ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. 4 കീ പാസുകൾ അദ്ദേഹം കൊടുത്തു, ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു, 2 ആക്യുറേറ്റ് ക്രോസുകൾ കൊടുത്തു. കിടിലൻ പ്രകടനമാണ് റാഫീഞ്ഞ നടത്തിയത്. 10ൽ 9.5 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. ഡാനി ഓൽമോയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ആദ്യ പകുതിയിൽ അദ്ദേഹം അത്ര ഒരു മികച്ച പ്രകടനം നടത്തിയെന്ന് പറയാനില്ല. 17 പാസുകളാണ് അദ്ദേഹം ആകെ മാനേജ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഒരു ത്രെട്ടും അദ്ദേഹം ആദ്യ പകുതിയിൽ ബോക്സിൽ ഉണ്ടാക്കിയിട്ടില്ല. ഒരു പക്ഷേ ഇൻ്റർനാഷണൽ ബ്രേക്കിന് സമയത്തുണ്ടായിട്ടുള്ള മൈനർ നോക്ക് അദ്ദേഹത്തെ ഒന്ന് അലട്ടിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിന് ശേഷം ഇൻസ്റ്റൻ്റ്ലി അദ്ദേഹം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടത്. ഗസിങ്കയ്ക്കെതിരെ ഒരു റോക്കറ്റ് ഷോട്ട് തന്നെ അദ്ദേഹം തൊടുത്തു. അങ്ങനെ ഗോളിലേക്ക് പന്ത് എത്തിക്കുകയും ചെയ്തു. സോ പിന്നീട് പരിക്ക് അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് തോന്നിയത്. അങ്ങനെയാണ് അദ്ദേഹത്തെ പിൻവലിക്കപ്പെടുന്നത്. ഏതായാലും 3 മത്സരങ്ങൾ ബാഴ്സയ്ക്ക് വേണ്ടി കളിച്ചു, 3 സ്കോർ ചെയ്തു, 3 കളിയിലും സ്കോർ ചെയ്തു. കിടിലൻ തുടക്കം തൻ്റെ ബാഴ്സ സീനിയർ കരിയറിനിട്ടിരിക്കുകയാണ് ഡാനി ഓൾമോ. 8.5 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. യമാലാണ് അടുത്തത്. എന്തു പറയാനാണ്, ഈ പയ്യന് ശരിക്കും 17 വയസ്സാണോ എന്ന് തോന്നിപ്പോവും അവൻ്റെ കളി കണ്ടാൽ. ഏറ്റവും മികച്ച പ്രകടനം നടത്തി യമാൽ ആദ്യ പകുതിയിൽ തന്നെ ബ്രേസ് അദ്ദേഹം നേടിക്കഴിഞ്ഞിരുന്നു. സോ 10ൽ 10, അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. ആ ഒരു മാജിക്കൽ പെർഫോമൻസ് 10ൽ 10 യമാലിനെങ്കിൽ. റോബർട്ട് ലെവൻഡോസ്കി ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ 100ാമത്തെ മത്സരമാണ് കളിച്ചത്. അദ്ദേഹം ഒരു പോസിറ്റീവ് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. കാരണം യമാലിന് അസിസ്റ്റ് കൊടുത്തത് അദ്ദേഹമായിരുന്നു. യമാലിൻ്റെ ഒരു ഗോളിൻ്റെ അസിസ്റ്റ് അദ്ദേഹത്തിൻ്റേതായിരുന്നു. പിന്നെ 2ാം പകുതിയിൽ അദ്ദേഹത്തിന് ഗോൾ അടിക്കാൻ ഒരു കിടിലൻ അവസരം ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഒക്കേഷനിൽ അദ്ദേഹത്തിന് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഏതായാലും 10ൽ 7 റോബർട്ട് ലെവൻഡോസ്കിക്ക് നൽകുന്ന റേറ്റിംഗ് എങ്കിൽ. എറിക് ഗാർഷ്യയുടെ ഒരു പ്രകടനം, അദ്ദേഹം മിഡ്ഫീൽഡിൽ കാര്യങ്ങൾ നല്ല രൂപത്തിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. എറിക് ഗാർഷ്യക്ക് 10ൽ 8 കൊടുക്കുമ്പോൾ ഹെക്ടർ ഫോർട്ട് അദ്ദേഹത്തിന് 6.5 റേറ്റിംഗ് നമ്മൾ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് അബദ്ധങ്ങളൊന്നും അദ്ദേഹം വരുത്തിയിട്ടില്ല. ഫെറാൻ ടോറസ് ആണ് പക്ഷേ അബദ്ധം വരുത്തിയത്. കളിക്കളത്തിലേക്ക് വന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, അനാവശ്യമായിട്ട് ഒരു റെഡ് കാർഡ് കണ്ട് ടീമിനെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് 10ൽ 4 കൊടുക്കുന്നത്. പാവോ വിക്ടർ അദ്ദേഹത്തിന് 10ൽ 6 നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് ബാഴ്സലോണയുടെ താരങ്ങളുടെ റേറ്റിംഗ് നമുക്ക് പറയാൻ പറ്റുക. ഏതായാലും പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ബാഴ്സയ്ക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഇനിയിപ്പോൾ വ്യാഴാഴ്ച മാത്രമാണ് കളിയുള്ളത്. അപ്പോൾ സമയമുണ്ട്, റിക്കവറിക്കുള്ള സമയവുമുണ്ട്. മികച്ചൊരു പ്രകടനം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സയിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.